എല്ലാവർക്കും സ്റ്റോറി മാക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ കഥയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആ കഥ കേൾക്കാത്ത ആൾക്കാർ ഈ ചാനലിൽ കയറിയിട്ട് ഈ വീടിൻ്റെ തൊട്ടടുത്ത വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ കഥയുടെ ബാക്കി എന്താണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറി, നേരെ റൂമിലേക്ക് കയറി. ക്ഷീണം കണ്ണിലേക്ക് ചേക്കേറിയപ്പോൾ കട്ടിലേക്ക് കമിഴ്ന്ന് കിടന്നു. എല്ലാം ശരിയാണെങ്കിലും എന്തോ ഒന്ന് ഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് പോലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു. നഷ്ടബോധം പൂർണ്ണമായും കീഴടക്കി. അമ്മയുടെ ചായ കുടിക്കാനുള്ള വിളി കേട്ടെങ്കിലും എഴുന്നേക്കാൻ തോന്നിയില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടും എന്നെ കാണാതായപ്പോൾ അമ്മ വന്ന് ചീത്ത പറയാൻ തുടങ്ങി. ഒന്ന് എഴുന്നേറ്റ് പോയി മേലെ കഴുകിക്കൂടെടാ, നിനക്ക് കളിയും കഴിഞ്ഞ് വീർത്ത് വന്നിരിക്കുക. ഇവനൊക്കെ ഇനി എന്നാണ് അവൻ നന്നാവും പോകുന്നത്? ഇത്രയും ബുദ്ധിമുട്ടി കളിക്കേണ്ട ആവശ്യം എന്താ? മര്യാദക്ക് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ചവിട്ടി മറിച്ചിടും ഞാൻ, അമ്മ പറഞ്ഞു. ഞാൻ മെല്ലെ എഴുന്നേറ്റ് പോയി ചായ കുടിച്ചെന്ന് വരുത്തി തിരിഞ്ഞു നടന്നു. സാധാരണ കഴിക്കാനുള്ള സാധനങ്ങൾ മൂക്കുമുട്ടി തിന്നിട്ടേ ഞാൻ എഴുന്നേടുത്തെന്ന് എഴുന്നേക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായി. അതിനും ചീത്ത കേട്ടപ്പോൾ എനിക്കെന്തോ തല വെറുത്തു. ഓഫ്, നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഒരു സമാധാനം തരാതെ എന്തെങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നോളൂ. ഈ പിന്നാലെ നടന്ന് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ ഞാനെന്താ ഇള്ള കുട്ടിയാണോ? അതോ ഞാനിനെ എങ്ങാട്ടെങ്കിലും ഇറങ്ങിപ്പോണോ? എനിക്കെല്ലാം കൂടി മടുത്തു. കോപ്പ്. ഞാൻ അലറിക്കൊണ്ട് റൂമിൻ്റെ വാതിൽ ആഞ്ഞടച്ചു. ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഒരു പ്രതീതി എൻ്റെ ഉള്ളിൽ നുറഞ്ഞു പൊന്തി. ദേഷ്യമാണോ സങ്കടമാണോ എന്നറിയാത്തൊരവസ്ഥ. ലോകം തന്നെ എതിര് നിൽക്കുന്ന നിമിഷം. ആർക്കും ആവശ്യമില്ലാത്ത ഒരു പാഴ്ജന്മമായി മാറിയോ എന്നുള്ള തോന്നൽ മനസ്സിലേക്ക് ഇരുട്ട് കയറ്റി. എന്തിനാണ് ഒരു കോമളിയാവുന്നത്? അതിനേക്കാൾ നല്ലത് ഈ നശിച്ച ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുന്നതല്ലേ എന്ന ആശയം എൻ്റെ മനസ്സിലേക്ക് കയറാൻ തുടങ്ങി. മറ്റൊരു പോംവഴിയും തെളിയാത്ത വിധത്തിൽ ഞാൻ ആലോചിച്ചു കൂട്ടിയിരുന്നു. അതെ, അത് തന്നെയാണ് നല്ലത്. അമ്മയോ പെങ്ങളോ ശബരിയോ മറ്റൊന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞേയില്ല. ഇനി ഏതു വഴിയാണ് ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ. മേശവലിപ്പ് തുറന്നപ്പോൾ കണ്ണുടക്കിയത് ഒരു ബ്ലേഡിലായിരുന്നു. ഇടത് കൈ നീട്ടി ഞരമ്പിലേക്ക് പതിയെ വെച്ചു. ഇന്നുവരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലൂടെ മിന്നിമാഞ്ഞു. പക്ഷെ എല്ലാം ചെന്നെത്തിയത് ആ ഒരു നിമിഷത്തിലേക്കാണ്. അവളുടെ വലിഞ്ഞു മുറുകിയ മുഖം, അഗ്നി ചിതറുന്ന കണ്ണുകൾ, ഹൃദയം തകർക്കുന്ന വാക്കുകൾ, ചുറ്റും കൂടി നിന്നവരുടെ പരിഹാസങ്ങൾ ഓർക്കുന്തോറും എൻ്റെ ഉള്ളിൽ എന്നോട് തന്നെ പക തോന്നി. കണ്ണുകൾ ഇറുക്കിയടച്ച് ഞാൻ ആ ബ്ലേഡ് എൻ്റെ കയ്യിലേക്ക് താഴ്ത്തി. കണ്ണുകളിലേക്ക് വേദന ഇരച്ചു കയറുന്നത് അറിയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഡോറിൽ ശക്തിയായ മുട്ടും കുറേ ശബരിയുടെ ശബ്ദവും കേട്ടത്. ഡാ, ഒന്ന് ഡോർ തുറന്നേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, പെട്ടെന്ന് തുറക്കടാ. അവൻ്റെ പരിഭ്രാന്തി എൻ്റെ സ്വഭാവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ഇവൻ പോയില്ലേ? എങ്ങോട്ടോ പോകുന്നെന്ന് പറഞ്ഞ് പോയതായിരുന്നല്ലോ. എൻ്റെ ആലോചനയ്ക്കിടയിൽ വാതിലിൽ വീണ്ടും ശക്തമായി മുട്ട് കേട്ടു. ഞാൻ ബ്ലേഡ് മേശയിൽ തന്നെ വെച്ചു. കയ്യിൽ നോക്കിയപ്പോൾ ചെറുതായി രക്തം പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. ഒന്നുകൂടി അമർന്നിരുന്നെങ്കിൽ. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ശബരി ധൃതിയിൽ വണ്ടിയെടുക്കാൻ ഓടി. കാര്യം എന്തോ സീരിയസ് ആണെന്ന് തോന്നിയപ്പോൾ ഞാനും ഓടിച്ചെന്ന് ബൈക്കിൽ കയറി. പോകുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയും പെങ്ങളും കലങ്ങിയ കണ്ണുമായി നിൽക്കുന്നത് കണ്ടു. ശബരി ബൈക്ക് മുന്നോട്ടെടുത്തു. മനസ്സിലാകെ പേടി നിറഞ്ഞ് ഞാൻ അവനെ ചുറ്റിപ്പിടിച്ചു. അത്യാവശ്യം സ്പീഡിൽ പോയി ഞങ്ങൾ സ്ഥിരമിരിക്കുന്ന കരിങ്കലിൽ പോയാണ് നിന്നത്. സത്യത്തിൽ എനിക്ക് ദേഷ്യമാണ് വന്നത്. ഇതായിരുന്നോ ഇവൻ്റെ പ്രശ്നം? ഇതിനു വേണ്ടിയായിരുന്നോ ഈ ഷോ എല്ലാം കാണിച്ചതെല്ലാം? അവൻ അടുത്ത് നിന്ന് എൻ്റെ കൈ എടുത്തു നോക്കി. രക്തം ചെറുതായി പൊടിഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ ചിരിച്ചു. പിന്നെ പല്ലുരുമി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖം നോക്കി ആഞ്ഞൊരടി അടിച്ചു. കിളി പോയ ഞാൻ കാര്യം മനസ്സിലാവാതെ അവനെ നോക്കുമ്പോഴും അടുത്തടിയും കിട്ടി. എൻ്റെ നില തെറ്റി ഞാൻ താഴേക്കിരുന്നു. എനിക്കാകെ അമ്പരപ്പായി. ഇനിയും കിട്ടുമെന്ന് ഉറപ്പായതിനാൽ ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി ഞാൻ താഴെ ചടഞ്ഞിരുന്നു.
പക്ഷെ പിന്നീട് അടിയല്ലായിരുന്നു. എൻ്റെ 55 കിലോ ഉള്ള ശരീരം പൊക്കിയെടുത്ത് അവൻ തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് ഇട്ടു. എൻ്റെ അപകർഷതാബോധത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ടുള്ള പേടിയും വേട്ടയാടുന്ന മറ്റു 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് നീന്തൽ, മറ്റൊന്ന് ബൈക്ക് ഓടിക്കലും. ഇത് രണ്ടും എന്നെക്കൊണ്ട് ഒരു കാലത്തും സാധിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പലപ്പോഴും ഇതെല്ലാം പഠിപ്പിക്കാൻ ശബരി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ബഹളമുണ്ടാക്കി ഒഴിഞ്ഞു മാറലാണ് പതിവ്. ഇക്കാര്യത്തിലെല്ലാം എൻ്റെ ഓപ്പോസിറ്റാണ് ശബരി. ചങ്ങായി ഒരൊറ്റ ബുദ്ധിയാണ്. പേടിയെന്നൊരു സാധനം അവനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം. മുൻപൊക്കെ ഇതിനേക്കാൾ മോശമായിരുന്നെങ്കിലും എൻ്റെ ഇടപെടൽ കാരണമാണ് ഈയിടെയായി കുറച്ച് മാറ്റമൊക്കെ വന്നു തുടങ്ങിയത്. കാരണം വേറൊന്നുമല്ല, അവനുണ്ടാക്കുന്ന പൊല്ലാപ്പിന് എനിക്ക് കൂടി ഇടികൊള്ളേണ്ടി വരുന്നു. എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് കിട്ടുന്നതല്ലാതെ തിരിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അവസാനം ഞാൻ ബുദ്ധിപൂർവ്വം എടുത്ത തീരുമാനമായിരുന്നു അവരെ നേർവഴിക്ക് നയിക്കുക എന്നത്. ഇതെല്ലാം ഇപ്പോഴൂടെ പറയാനുള്ള കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. എന്നെ പൊക്കിപ്പിടിച്ച് അവൻ നേരെ പോയത് അടുത്തുള്ള കുളത്തിലേക്കായിരുന്നു. എന്നെ താഴെ ഇറക്കടാ, ഞാൻ കെഞ്ചു നോക്കി. പക്ഷേ മറുപടിയില്ല. മര്യാദയ്ക്ക് ഇറക്കിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഞാനൊന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. കൂട്ടത്തിൽ നന്നായൊന്ന് കുതിരാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ എന്നെക്കാളും ആരോഗ്യം അവനുള്ളത് കൊണ്ട് ഒന്നും ഏറ്റില്ല. പഞ്ചായത്ത് കുളത്തിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം വലിയ കുളമാണ്. വെള്ളം 2ാമത്തെ പടി വരെ കയറി നിൽക്കുന്നു. എനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി. പക്ഷെ ഒന്നും നടക്കില്ല. അവൻ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് എൻ്റെ തോളിൽ പിടിച്ചിരിക്കുകയാണ്. ഇറങ്ങിപ്പോവാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും നോ രക്ഷ. 3ാമത്തെ പടിയിൽ ഇറങ്ങി അവൻ എന്നെ വെള്ളത്തിലേക്ക് ഇട്ടു എന്നല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എറിയുകയായിരുന്നു അവൻ. ഞാൻ ഏതോ ലോകത്തുനിന്ന് ചെന്ന് വീണ ഒരു ഫീലായിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ചെവിയിലൂടെയും മൂക്കിലൂടെയും വെള്ളം ഇരച്ചു കയറി. പുറമടിച്ച് വീണത് കൊണ്ട് അവിടം വേദനിച്ചു. വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നപ്പോൾ എനിക്ക് ബോധം പോയതുപോലെയാണ് തോന്നിയത്. 2-3 ആളുടെ ഉയരത്തിൽ വെള്ളമുണ്ട്. ശ്വാസം മുട്ടാൻ തുടങ്ങി. എപ്പോഴോ എങ്ങനെയോ തല വെള്ളത്തിന് മുകളിൽ പൊന്തിക്കാൻ പറ്റിയപ്പോൾ അവനെ നോക്കി ഞാൻ അലറി വിളിച്ചു, എടാ പിടിക്കടാ, ഞാനിപ്പോൾ ചാകും. അവൻ മൈൻഡ് ചെയ്തോ എന്ന് അറിയുന്നതിന് മുമ്പ് വീണ്ടും താഴ്ന്നു. തുറന്നു വെച്ച വായിലൂടെ വെള്ളം ഇരച്ചു കയറി. കുറെ കുടിച്ചിറക്കി. ശ്വാസം മുട്ടി കണ്ണൊക്കെ തുറിച്ചുപോൾ ഒന്നുകൂടെ പൊന്തി. എടാ എന്നെ പിടിക്കടാ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, പ്ലീസ്, ഞാൻ തളർന്നു പോകുന്നു. ഞാൻ അവനോട് കേണപേക്ഷിച്ചു. നീ എന്തായാലും ചാവുന്നതല്ലേ, വെള്ളം കുടിച്ച് ചത്താൽ മതി നീ, അവൻ കൂസലില്ലാതെ പറഞ്ഞു. അപ്പോഴും ഞാൻ മുങ്ങിപ്പോയി. പിന്നെ പൊന്താൻ ശ്രമിച്ചിട്ടും നടന്നില്ല. കയ്യും കാലും മരവിച്ച് അനങ്ങാതെയായി. ശ്വാസം കിട്ടാതെ കണ്ണെല്ലാം തുറിച്ചു വന്നു. കുറച്ചു മുമ്പ് ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഞാൻ ഇപ്പോൾ ജീവന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എന്താ ഇത്? നേരത്തെ കീർത്തനയുടെ അവഗണനയും മറ്റുള്ളവരുടെ പരിഹാസവും ചേർന്നാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെങ്കിൽ ഇപ്പോൾ ഈ ശ്വാസം കിട്ടാതെ പിടയുന്ന അവസ്ഥയിൽ അതെല്ലാം ഞാൻ മറന്നിരിക്കുന്നു. ഈ നിമിഷം ഞാൻ ചിന്തിക്കുന്നത് ഒരൊറ്റ ശ്വാസം കിട്ടാനുള്ള വഴി മാത്രമാണ്. പക്ഷേ ഒരു ശ്രമത്തിനു കൂടി ആവതില്ലാതെ എൻ്റെ ബോധം പാതി മറഞ്ഞു. ദയയില്ലാതെ പതഞ്ഞു പൊങ്ങിയ ഒരു വെള്ളപ്പാച്ചിലിൽ ശ്വാസം മുട്ടി ഒഴുകിപ്പോകുന്ന പ്രതീതിയായിരുന്നു എനിക്കപ്പോൾ. കൈകാലുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകുകയാണ്. എങ്ങോട്ടാന്നില്ലാതെ ആ ഒഴുക്കിൽ എന്തൊക്കെയോ പാറയിൽ ശക്തിയായി ഇടിച്ചും മുങ്ങിയും പൊങ്ങിയും ഞാൻ നിസ്സഹായനായി ഒഴുകുന്നു. പിന്നെ നിലയില്ലാതെ തുള്ളിത്തെറിച്ച് താഴേക്ക് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഉറക്കെ കുറേ ചുമച്ചുകൊണ്ട് ഞാൻ കണ്ണു തുറന്നു. ഫോക്കസ് ശരിയാകാതെ കണ്ണുറുക്കിയും തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വയറിലമർത്തി വെള്ളം തുപ്പിക്കുന്ന ഒരു രൂപത്തെയാണ് ഞാൻ കണ്ടത്. ആകെ തളർച്ച. മൂക്കിൽ വെള്ളം കയറി. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ചെവിയെല്ലാം അടഞ്ഞ് ഒരു വിധമായിരുന്നു. മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ചുമച്ചും തുമ്മിയും തല ഇരുട്ടിയും ഞാൻ കിടന്നു. ചുറ്റിനും ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കുന്നത് ശബരിയാണ്. ഓ, അപ്പോൾ ചത്തില്ല അല്ലേ? യെസ്, രക്ഷപ്പെട്ടിരിക്കുന്നു. സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അവനോട് ഒന്നും ചോദിക്കാനും പറയാനും കഴിഞ്ഞില്ല. കുറച്ച് സമയത്തിന് ശേഷം സാധാരണഗതിയിലേക്ക് വന്നപ്പോൾ അവൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമുള്ള
കലിങ്കിൽ ചാരി നിർത്തി. വിറയൽ കാരണം എനിക്ക് നേരെ നിൽക്കാൻ പോലും ബുദ്ധിമുട്ട് വന്നു. എൻ്റെ മുഖത്തേക്ക് ശക്തമായി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, എന്താടാ, നീ സ്വന്തമായി ചാകാൻ പോയതല്ലേ? ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ നീ കരഞ്ഞ് വിളിച്ചതെന്തിനാ? എനിക്ക് സത്യത്തിൽ ഉത്തരമുണ്ടായിരുന്നില്ല. കാറ്റടിക്കുമ്പോൾ ഞാനാകെ വിറക്കാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടാണോ എന്നറിയില്ല, അവൻ എന്നെ വീട്ടിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.